ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ പൈറോ, നമ്മുടെ NS200 നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് 3 ദിവസമാവുകയാണ്. കാരണം ക്രിസ്മസിൻ്റെ ഒരു 2 ഡേയ്സ് മുന്നേ നമ്മുടെ വണ്ടി ചെറിയൊരു പണി കിട്ടി. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടിയാണ് ഗൈസ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്ന ഭാഗമാണ്. നമ്മുടെ ഡിയോൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഡൊമിനാറും കൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്താണ് സംഭവിച്ചതെന്നുള്ള വിശദ വിവരം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ ദൈവത്തെ ആലോചിച്ച് ആരും ക്യാഷ് ഒരുപാടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ നിങ്ങളൊരു വണ്ടി എടുത്തിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടൊരു വണ്ടി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വലിയ വലിയ പണികൾ വരുമ്പോൾ പെട്ടെന്ന് ക്യാഷ് ഒപ്പിക്കാൻ പറ്റില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളൊരു വീഡിയോ ഫുട്ടേജ് കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇവൻ എന്തിൻ്റെ സൂക്കേടായിരുന്നു ഇങ്ങനെ ഇട്ട് കരിക്കാൻ, നല്ല വണ്ടി എന്തിനാ ഇങ്ങനെ ഇട്ട് കരിച്ച് ബേണൗട്ട് ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഓവറായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ക്രേസി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. അതിങ്ങനെ വണ്ടിയുള്ളവരും ഇങ്ങനെ ചെയ്യുന്നവർക്കും അറിയാം അതിനെപ്പറ്റി. ഞാൻ പരമാവധി വണ്ടി സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് ഉപയോഗിക്കാറ്. പക്ഷേ ആ ഒരു നിമിഷത്തിൽ ഒരു രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സൊത്ത് ഒരു സ്ഥലം വരെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് നമുക്കൊരു ജസ്റ്റ് ഒരു മൂഡ് തോന്നി. അവിടെ വെച്ച് നമുക്ക് ബേണൗട്ട് ചെയ്യാൻ തോന്നി. ബേണൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിലവിൽ എൻ്റെ ക്ലച്ച് തീരാറായിട്ടിരിക്കുമായിരുന്നു. ഞാൻ മാറാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ആ സിറ്റുവേഷനിലാണ് നമ്മൾ ബേണൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലച്ച് ഔട്ടായി പോയതിന് ശേഷം ഞാൻ വണ്ടിയാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ക്ലച്ച് തീർന്ന ഉടനെ തന്നെ വണ്ടി എനിക്ക് എന്തോ അത്ര ഒരു ബേണിങ് അന്ന് ശരിയാവാതായി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ക്ലച്ച് പിടിച്ച് വണ്ടി ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഗൈസ്, പെട്ടെന്ന് വണ്ടി സ്റ്റക്കായി പോയിട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇതെന്താണ് സംഭവിച്ചത്. പെട്ടെന്ന് ക്ലച്ച് തീർന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി. തീർന്നാലും കുഴപ്പമില്ലായിരുന്നു, കാരണം പിറ്റേ ദിവസം തന്നെ എനിക്ക് കൊണ്ടുപോയി മാറാമായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ക്ലച്ച് ഡിമ്മായിട്ട് പെട്ടെന്ന് തീർന്നു പോകും. വണ്ടി സ്റ്റക്കായി പോയപ്പോൾ തന്നെ ഞാൻ ന്യൂട്രൽ ഇടാൻ ശ്രമിച്ചു. കാരണം എഞ്ചിനാണോ എന്തെങ്കിലും പ്രശ്നം പറ്റിയേക്കുന്നത് എനിക്ക് തോന്നി. പെട്ടെന്ന് തന്നെ ന്യൂട്രൽ ഇട്ടുമ്പോൾ ന്യൂട്രാവുന്നുണ്ട്. ന്യൂട്രായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം വണ്ടി സ്റ്റാർട്ടാക്കി നോക്കി റേഡിയേറ്റർ ഒരു 10 മിനിറ്റോളം റേഡിയേറ്റർ കറങ്ങണം. അപ്പോൾ അത്രയും ഹീറ്റായി വണ്ടി. അതാണ് അതിൻ്റെ 10 മിനിറ്റ് ഹീറ്റായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഹീറ്റായിട്ട് വണ്ടി നിൽക്കുന്നില്ല. റേഡിയേറ്റർ കറങ്ങിക്കൊണ്ടേ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുക. അതിനുശേഷം വണ്ടി ന്യൂട്രലിട്ട് സ്റ്റാർട്ടാക്കി ഫസ്റ്റ് ഇട്ടപ്പോൾ വണ്ടി നമ്മൾ ക്ലച്ചില്ലാത്തൊരു വണ്ടി എങ്ങനെയാണോ ഫസ്റ്റ് ഗിയർ ഇടുന്നത് അതുപോലെ തെറിച്ച് പോവുക. ലാസ്റ്റ് ഒരു രക്ഷയില്ലാതെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിലിട്ടിട്ട് കൂട്ടുകാരനെ കൊണ്ട് വണ്ടി പയ്യെ തള്ളിച്ചുകൊണ്ട് സെൽഫ് അടിച്ച് ഞാൻ എൻ്റെ റൂമിൽ വന്നു. അതിന് ശേഷം ഞാൻ ഇവിടെ നിന്നൊരു 10-12 കിലോമീറ്റർ നല്ലൊരു വർക്ക്ഷോപ്പ് വേണമായിരുന്നു. ഒരുപാട് പേരുടെ അടുത്ത് കോൺടാക്ട് ചെയ്തു. ഷോറൂമിൽ കൊടുക്കുന്നതിനോട് ഇപ്പോൾ വലിയ താല്പര്യമില്ല. കാര്യം എന്താ വെച്ചാൽ ഓവർ ബില്ലാണ് നമുക്ക് വരുന്നത്. നമ്മൾ നോർമൽ ബില്ലല്ല വരുന്നത്, ഓവർ ബില്ലാണ് ഷോറൂമിൽ കൊടുക്കുമ്പോൾ. അപ്പോൾ നല്ലൊരു ഷോപ്പ് വേണമായിരുന്നു. നല്ലൊരു ഷോപ്പ് ഞാൻ തപ്പി നടന്നിട്ടൊന്നും കിട്ടുന്നില്ല. ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഇവൻ്റെ ഈ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡൊമിനാറിലെ ഈ ഡൊമിനാർ പണിത ഒരു ഷോപ്പുണ്ട്. അവിടെ പോകാമെന്ന് പറഞ്ഞ് ഷോറൂമിലേക്ക് ഒരു വിധത്തിൽ ഈ കാണുന്ന ട്രാഫിക്കിൽ കൂടെയൊക്കെ ഒരു വിധത്തിൽ ക്ലച്ചില്ലാതെ വണ്ടി കൂട്ടുകാരനെ കൊണ്ട് തള്ളിപ്പിച്ചിട്ട് ഞാൻ അവിടെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു. ഗൈസ്, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഭയങ്കര ടെൻഷനായിരുന്നു. വണ്ടി നമ്മുടെ മെയിൻ ആയതുകൊണ്ട് നമുക്ക് വണ്ടി ഇല്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഭയങ്കരമായൊരു കുറവ് നമുക്ക് ഫീൽ ചെയ്തു. ഭയങ്കര സാഡായിരുന്നു ഞാൻ. ആ നിമിഷത്തിലൊക്കെ വണ്ടി കൊണ്ടാവുന്ന സമയത്തൊക്കെ ഭയങ്കര സാഡായിരുന്നു. ഇപ്പോഴും സാഡാണ്. കാര്യം എന്ന് വെച്ചാൽ വണ്ടി കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ ആലോചിച്ച് ആരും ക്ലച്ച് തീരാറായ വണ്ടികളോ അതായത് നമ്മുടെ ഇപ്പോൾ 200 cc മേളിലോട്ടുള്ള വണ്ടികൾ ബേണൗട്ട് ചെയ്യാതിരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പണികൾ നമുക്ക് പുറകെ വരും. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി എടുക്കാൻ പോവാണ്.
പോയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴുള്ള വിഷ്വൽസ് നിങ്ങളെ കാണിച്ചു തരാം എന്താണ് സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളത് ഗൈസ്. നേരെ ഇങ്ങോട്ട് ബില്ല് കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ പയ്യോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിച്ചുകൊണ്ട് പോവാണ്. പക്ഷേ എനിക്ക് വണ്ടി ഓടിച്ചിട്ട് ഒട്ടും കംഫർട്ടബിൾ അല്ല. കാരണം നേരത്തെ ഇരുന്ന പോലെ അല്ല വണ്ടി ഇരിക്കുന്നത്. ടോട്ടലി എന്തോ ഫുള്ള് ചേഞ്ച് ആയ പോലെ ഫീൽ ചെയ്യാണ്. എന്തൊക്കെയോ ഒരു അപാകതകൾ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ക്ലച്ച് ഒട്ടും സ്മൂത്ത് അല്ല. പുതിയ ക്ലച്ച് ഡിസ്കിൻ്റെ ആണോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ട് അതും അല്ല. അങ്ങനെയൊക്കെ ഒരു ഭയങ്കരമായിട്ടൊരു എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് നമുക്ക് ഫീൽ ചെയ്യണം. ഒരു സുഖകരമല്ലാത്തൊരു ഫീലിങ്സ്. അപ്പോൾ ഞാൻ വണ്ടി കുറച്ച് നേരം ഓടിച്ചു നോക്കിയിട്ട് കുറച്ച് ദൂരം അങ്ങ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. നിങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടൊരു സെറ്റപ്പ് എനിക്കങ്ങ് ഫീൽ ചെയ്യുന്നില്ല. എന്താണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. കാരണം 5-6 ദിവസമായി വണ്ടി ഓടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഒരു അപാകതകൾ, മൊത്തത്തിലൊരു ഫീലിങ്സ് അത്ര ഇങ്ങനെ ശരിയല്ല. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ ചെക്ക് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ പെട്രോള് കുറവ് കാണിക്കുന്നു. അപ്പോൾ ഞാൻ മെയിൻ വെട്ടമടിച്ച് നോക്കുകയാണ് ഇന്ധനം ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഇന്ധനമുണ്ട് നിലവിൽ വണ്ടിക്കകത്ത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവിൽ, അതായത് മെയിനിലാണ് കിടന്നത്. അപ്പോൾ റിസർവിലേക്ക് ഇടാൻ നടിച്ച് റിസർവിലേക്ക് ഇട്ട് അപ്പോൾ വണ്ടി സെറ്റായി ഗൈസ്. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഡിയോൺ ഓൾറെഡി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. അവനാണ് ഫസ്റ്റ് ഓടിച്ച് നോക്കിയത്. അവൻ ചെന്നപ്പോൾ തന്നെ വണ്ടി കയറി ഒന്ന് ഓടിച്ച് നോക്കി. പക്ഷേ അപ്പോൾ ചെന്നപ്പോഴത്തേക്കും ക്യാമറ ഓഫായിപ്പോയി ഗൈസ്. അതാണ് പറ്റിപ്പോയത്. അപ്പോൾ പിന്നെ വണ്ടി സ്റ്റാർട്ടായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെയും വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് അപ്പോൾ ഇവിടെ സംഭവിച്ച ചെറിയൊരു അമളി എനിക്ക് സംഭവിച്ചു. കാരണം 1700 രൂപ ബില്ല് വന്നു എനിക്ക് നിലവിൽ ഒരു ക്ലച്ച് ഡിസ്ക് മാറണതിൽ. ക്ലച്ച് ഡിസ്കിന് ഏകദേശം ഒരു 1500ഓളം പാക്കിംഗ് അടക്കം ക്ലച്ച് പ്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്പെയറിന്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പണിക്കാശ് സാധാരണ എന്തൊക്കെയോ ലെയ്ത്തിലൊക്കെ കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. കാരണം ക്ലച്ച് പിടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലെയ്ത്തിലൊക്കെ കൊടുക്കാനെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്ത് 1700 രൂപ ബില്ല് കൊടുത്തിട്ട് നിൽക്കുന്ന ഭാഗമാണ്. പുള്ളി ആ പൈസ മേടിച്ചുകൊണ്ട് സ്ഥലം വിട്ടു പുള്ളി അവിടെ നിന്ന്. പക്ഷേ വണ്ടി നിർത്തി എനിക്ക് ഓടിച്ചിട്ടൊരു സുഖം തോന്നുന്നില്ല. അങ്ങോട്ട് എന്തൊക്കെയോ ഒരു അപാകതകൾ. നിനക്ക് മുന്നായിരുന്നോ? നിനക്ക് മുന്നായിരുന്നോ? ആണോ ഡോഗാ അതുണ്ടായിരുന്നോ? ഫ്രണ്ട് ടയറില്ലാത്തതിൻ്റെ ഇളക്കമുണ്ട്. വേറെ എന്തിനു ഫീൽ ചെയ്തു എനിക്ക്? ഫ്രണ്ടിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പരമാവധി നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ നല്ല വർക്ക്ഷോപ്പിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ചളുക്ക് പണികൾ കിട്ടും. ഓയിൽ ലീക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർ തട്ടിക്കൂട്ടി സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി നോക്കിയതാണ്. എന്താ ചെയ്യാന്ന് പറ. നമ്മളൊരു വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുക്കണം, അവരുടെ വിശ്വാസത്തിലാണ് നമ്മൾ കൊടുക്കണം. ഇത് കണ്ടോ, RS ഹോണ്ട എന്ന് പറയുന്ന ഈ ഷോപ്പ് വെറും ഊടായ്പകളുടെ അയ്യൊരു കളിയാണ്. തിരിച്ച് വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ തിരിച്ച് കയറ്റി വെച്ചു. അവന്മാർ ഇപ്പുറ സൈഡിൽ പാക്കിങ്, അവരുടെ ഓൾഡ് പാക്കിങ് തന്നെ കയറ്റി വിട്ടേക്കാണ്. പുതിയ പാക്കിങ് ഇടണ്ടേ, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വണ്ടി അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ശരിക്കും എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് കലിപ്പായിപ്പോയി. കാരണം 5-6 ദിവസത്തിന് ശേഷം നമ്മൾ ഇതുപോലെ ഇത്രയും ബില്ല്, ഒരു ക്ലച്ച് ഡിസ്ക് മാറണേന് ഇതുപോലെ കൂടിപ്പോയി 1000 രൂപ ആയിക്കോട്ടെ, 1700 രൂപ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വണ്ടി അവിടെ വെച്ചിട്ട് തിരിച്ച് പോകേണ്ട അവസ്ഥയായി. ഭയങ്കര സാഡായിപ്പോയി, ഒരുമാതിരി മൂഞ്ചി അവസ്ഥയായിപ്പോയി എന്ന് പറയാം. ഇനിയിപ്പോൾ നാളെ നമുക്ക് പോയി വണ്ടി എടുക്കണം. അപ്പോൾ ബാക്കി വിഷ്വൽസ് ഞാൻ അന്നേരം പറഞ്ഞുതരാം ഗൈസ്. പരമാവധി നല്ല വർക്ക്ഷോപ്പിൽ കൊടുക്കണം എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ബേൺ ഔട്ട് പരമാവധി ഒഴിവാക്കുക ഗൈസ്. ഒരു മൂഞ്ച് അവസ്ഥയായിപ്പോയി. അപ്പോൾ ഇതൊരു വ്ളോഗായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം NSൻ്റെ ഓണേഴ്സ് ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ബ്രോ വണ്ടീനെ പറ്റി, വണ്ടിയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് പേര് ചോദിക്കും. നമ്മളതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ, അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മച്ചാന്മാരെ. സോ NS ഓണേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലത്തെ ഒരു പണികൾ കിട്ടുന്നു, നമ്മൾ പണികൾ ചെയ്യുന്നുണ്ട് ഗൈസ് ഇതിനകത്ത്.
സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വെച്ചാൽ വരെ കലിപ്പ് കയറി പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് നിങ്ങളിത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.